ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സിന്റെ കർമ്മയായിരുന്നു. നിങ്ങളോട് അവരെന്താണോ ചെയ്തത് അത് ഈ തേർഡ് പാർട്ടിക്ക് തിരിച്ചിട്ടാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോയി. നിങ്ങൾ അവരോട് ബെക്ക് ചെയ്തു തിരികെ വരാനൊക്കെ ആയിട്ട്. എന്നാൽ അവർ തിരികെ വന്നില്ല. അവർ ഈ തേർഡ് പാർട്ടിയെ തന്നെയാണ് സ്വീകരിച്ചത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആയിരിക്കും, ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫാദർ, മദർ, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ ആരുമായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ അവരെ ഒരുപാട് ചേസ് ചെയ്തു, അവരോട് നിങ്ങൾ ബെഗ് ചെയ്തു നിങ്ങളെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവരതൊന്നും കേൾക്കാതെ അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ ഒരുപാട് കരഞ്ഞു, എത്രയോ എന്താ പറയണത്, എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്കുണ്ടായി അല്ലേ? അതിൽ നിന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. നിങ്ങളുടെ ഹൃദയം തകർന്ന് കരയുന്ന സമയത്ത് അവർ ശരിക്കും പറഞ്ഞാൽ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ അതിൽ നിന്നെല്ലാം ഒരുവിധം ഓക്കെയായി ലൈഫ് ഇപ്പോൾ സെറ്റിൽ ആവാൻ തുടങ്ങിയാണ്. പക്ഷേ ഇപ്പോൾ ആ പേഴ്സൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡൗൺ ആയി തുടങ്ങി. നിങ്ങൾ സെറ്റിൽ ആകാൻ തുടങ്ങിയപ്പോഴേക്കും അവരുടെ ലൈഫ് ഡൗൺ ആയി തുടങ്ങി. നിങ്ങളുടെ എക്സിൻ്റെയും തേർഡ് പാർട്ടിയുടെയും ഇടയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഇപ്പോൾ ഈ പേഴ്സൺ ശരിക്കും ക്രേസിയാണ്. അവർ കരുതിയിരുന്നത് ഇത്, അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ ഒന്നിച്ചപ്പോൾ അവർ വിചാരിച്ചു ഇതാണ് അവരുടെ ലോകം, അല്ലെങ്കിൽ ഇത് അവരുടെ ഒരു സേഫ് ഹെവൻ ആണെന്ന് അവർ വിചാരിച്ചു. എന്നാൽ ഇപ്പോൾ ആ സേഫ് ഹെവൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു തകർച്ചയുടെ വക്കിലാണ്. ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടല്ലോ നിങ്ങളെ കുറിച്ചിട്ടാണ്. എന്നിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ചിട്ടാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ കർമ്മയാണ്. കാരണം നിങ്ങളാ എന്തിട്ട് പറയുക, നിങ്ങൾ അവരെ വേണമെന്ന് ആഗ്രഹിച്ചു, അവരോട് ബെഗ് ചെയ്തു, അവരുടെ പുറകെ ചേസ് ചെയ്തൊക്കെ പോയി. പക്ഷേ അവരതൊന്നും മൈൻഡ് ചെയ്ത് നിങ്ങളെ റിജക്റ്റ് ചെയ്തു അല്ലേ? ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിച്ച സിറ്റുവേഷൻ എന്ന് അവർ മനസ്സിലാക്കിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ഫാദർ, മദർ, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആകാം. ഇവിടെ ഇവിടെ നമുക്ക് ഈ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു എന്താണെന്ന് പറയുമോ, ഇതൊരു എൽഡർ എനർജിയാണ്. ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഈ വ്യക്തിയുടെ മദർ ആവാം, അല്ലെങ്കിൽ ഒരു ബിഗ് സിസ്റ്റർ, ഫാദർ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആകാം. അത് ചിലപ്പോൾ മെയിലാകാം, ഫീമെയിലാകാം, എന്ത് എനർജി വേണേലും ആകാട്ടെ, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ വ്യക്തി എന്താ പറയണത്, നിങ്ങളുടെ ഈ എക്സ് പേഴ്സണിൽ തേർഡ് പാർട്ടിക്കൊരു അധികാരമുണ്ട്. അതിപ്പോൾ ആര് വേണമെങ്കിലും ആകാം. ഈ കിങ് ഓഫ് പെന്റക്കിൾസ് കണ്ടോ? നിങ്ങളുടെ എക്സ് എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ ഒരു കഴുതയെ പോലെ പണിയെടുക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, അവരുടെ ഫാമിലിക്കും റെസ്പോൺസിബിലിറ്റീസിനും വേണ്ടിയിട്ട് അവരെല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഇതൊരു അവരുടെ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു വല്ലാത്തൊരു അധികാരമുണ്ട് ഈ വ്യക്തിയിൽ. എന്തൊക്കെ തന്നെ ആയാലും ഇതൊരു റൊമാൻറ്റിക് പാർട്ട്ണർ ആവാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഒരു ട്രോമ ബോണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല ട്രോമ ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. അതായത് എന്തൊക്കെ വേദനിപ്പിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും നമുക്ക് വിട്ടു പോരാൻ പറ്റാത്തൊരു സ്നേഹം, അങ്ങനത്തെ ഒരു സ്നേഹമായിരിക്കും ചിലപ്പോൾ. ചിലപ്പോൾ ഒരു ട്രോമ ബോണ്ട് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ ആവാം. എന്തായാലും ഇപ്പോൾ ആ വ്യക്തിക്ക് നല്ല നിരാശയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവർക്കെല്ലാം നിരാശയുണ്ട്. ഈ വ്യക്തി ശരിക്കും നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ട്രഗിളിങ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇമോഷണലി ഒരു ഇമോഷണൽ ബാലൻസ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സും ഉണ്ട് ഈ സ്ട്രഗിളിങ്ങിൽ. അതായത് ഇമോഷണലി, മെൻ്റലി മാത്രമല്ല അവർ സ്ട്രഗിൾ ചെയ്യുന്നത്, ഫിനാൻഷ്യലിയും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ശരിക്കും കർമ്മയുടെ തിരിച്ചടി അവർക്ക് തുടങ്ങിയിട്ടുണ്ട്. അതാണ് അവർ ഇത്രയ്ക്കൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ കാരണം. പക്ഷേ ഇപ്പം എന്താണ് സംഭവിക്കാന്നറിയോ, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് തിരിച്ചു വരാനായിട്ട്. ഇപ്പോൾ ശരിക്കും ഈ അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോണ്ടല്ലോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫ്രണ്ടും ആയിരിക്കാം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻ ആയിരിക്കാം. ഈ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും കിങ് ഓഫ് പെൻറ്റക്കിൾസും ഇത് രണ്ടും
നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിലൊരു വല്ലാത്ത മാഗ്നറ്റിക് കണക്ഷൻ ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരുന്നല്ലോ. നിങ്ങൾ അവരെ എത്ര തന്നെ വേദനിപ്പിച്ചാലും നിങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു വല്ലാത്ത മാഗ്നറ്റിക് കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്കെല്ലാം ഉണ്ട് ശരിക്കും. അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജും നിങ്ങൾ ആഗ്രഹിച്ചില്ല. നിങ്ങൾ അവരിൽ നിന്ന് ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്നേഹം മാത്രമായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത്. അല്ലാതെ ഫിനാൻഷ്യലി മണി അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടിയിരുന്നില്ല. അവരിൽ നിന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നും നിങ്ങൾക്ക് വേണ്ടായിരുന്നു. ഈ വ്യക്തിക്ക് ശരിക്കും ഒരു ഡോമിനേറ്റിംഗ് എനർജിയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സക്സസ് ഉണ്ട്, നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റി, അങ്ങനെ കാര്യങ്ങളുണ്ടാക്കും. അപ്പോൾ അതേപോലെ ഫിനാൻഷ്യലി നിങ്ങൾ നല്ല സെറ്റിലായിരുന്നു. അപ്പോൾ ഇവരിൽ നിന്നും ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുമില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും നിങ്ങളോട് കുറച്ച് ജലസിയും ഉണ്ടായിരുന്നു. കാരണം അവർ ശരിക്കും എന്താ പറയുക, അവർ ചിന്തിച്ചത് നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയി നീഡ്സ് വന്നിട്ട്, അതായത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മണി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്ന് അവരത് നിങ്ങൾക്ക് തന്നാൽ മാത്രമേ അവർക്കൊരു വാല്യൂ കിട്ടൂ എന്നുള്ളതാണ് അവർ ചിന്തിച്ചിരുന്നത്. അപ്പോൾ അതായിരുന്നു അവർക്ക് വേണ്ടതും. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും അവരുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല, സ്നേഹം മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഇവരൊരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സുപ്പീരിയർ മനോഭാവമുള്ളൊരു വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ മുകളിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെയായി അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ട്. നിങ്ങളെ പലതവണ റിജക്റ്റ് ചെയ്യാനുണ്ടായ ഒരു കാരണവും ഇതായിരിക്കാം. മേ ബി, ഉറപ്പല്ല, ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എൻ്റെ വ്യൂവേഴ്സിനോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ റീഡിംഗ് എന്ന് നിങ്ങൾക്കിനി മാച്ച് ആകണില്ല എങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെ നിങ്ങൾ ഓക്കെ ആയിരുന്നു വ്യക്തിയായിട്ട്, അതായത് ഈക്വൽ ആയിരുന്നു. ഇനി അഥവാ ഈക്വൽ എന്നല്ല പറയാം, അവരെക്കാളും ഒരുപടി ആയിരുന്നെങ്കിലേ ഉള്ളൂ. ഓക്കെ, അവരെക്കാളും ഒട്ടും താഴെ ആയിരുന്നില്ല നിങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു സുഹൃത്തായിട്ട് അല്ല അവർ കണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സുഹൃത്തായിട്ട് കാണുന്നതിന് പകരം അവർ നിങ്ങളെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടത് കേട്ടോ, പുറമേ അല്ല. അവരുടെ ഇൻസൈഡിൽ അവർ കണ്ടിരുന്നത് ഒരു കോമ്പറ്റീറ്റർ ആയിട്ടായിരുന്നു. അപ്പോൾ അവർക്ക് നിങ്ങളുടെ സക്സസ്സിലൊക്കെ നിങ്ങളോട് ഭയങ്കര അസൂയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെക്കാൾ താഴ്ന്നവരെ ചൂസ് ചെയ്യാനായിരുന്നു അവർക്കിഷ്ടം. അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവരോ അവരെക്കാൾ മുകളിലുള്ളവരെ ചൂസ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. എപ്പോഴും ഒരുപടി അവരെക്കാൾ താഴ്ന്നു നിൽക്കുന്നവരെയാണ് ചൂസ് ചെയ്യാൻ അവർക്ക് ഇഷ്ടം. അതുപോലെ തന്നെ ഇവരിപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവരെന്തോ വലിയ സംഭവമായിട്ട്, അതായത് ഇവർ ഭയങ്കര സുപ്പീരിയർ ആയിട്ട് ഇവർ തന്നെ സങ്കല്പിക്കും സ്വയം. അപ്പോൾ നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും നിങ്ങൾക്ക് തരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. കാരണം നിങ്ങൾക്ക് അതൊന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവരുടെ സ്നേഹം മാത്രം മതിയായിരുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അവരിൽക്കൽ താഴ്ന്നതെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ തന്നെ ആയിരുന്നിരിക്കാം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഏറ്റവും വലിയ ബ്ലോക്കേജ് എന്ന് പറയണത്. പിന്നെ ഈ തേർഡ് പാർട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്, ഈ തേർഡ് പാർട്ടിക്ക് ഉണ്ടല്ലോ എല്ലാം ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡേ ഉള്ളൂ. അതായത് അവരെപ്പോഴും ടേക്കാണ്. നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ ഗീവ് ആൻഡ് ടേക്കാണ്. പക്ഷേ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഗീവ് അല്ല. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എപ്പോഴും ടേക്കാണ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ആദ്യമൊക്കെ ഈ വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ എക്സിനെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാനൊരു സുപ്പീരിയർ ആണെന്നൊക്കെയുള്ളൊരു തോന്നൽ ആ വ്യക്തിയിൽ ഭയങ്കരമായിട്ട് ഉണ്ടായി. എന്തുകൊണ്ടാണ്, ഈ വ്യക്തിക്ക് എപ്പോഴും പ്രൊവൈഡ് ചെയ്യല്ലേ. അപ്പോൾ അവർ ഭയങ്കര ഒരു സുപ്പീരിയർ ആണെന്നൊക്കെ അവർക്ക് തോന്നി. പക്ഷേ എന്താണ് പറയുക, അവർ ചൂസ് ചെയ്തത് ഒട്ടും തന്നെ ചലഞ്ചിങ് അല്ലാത്തൊരു തേർഡ് പാർട്ടി ആയിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർക്ക് സ്നേഹം അത് ആവശ്യമായിരുന്നു എന്ന്. കാരണം തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്കൊന്നും കിട്ടുന്നില്ല. തേർഡ് പാർട്ടി എങ്ങനെ അവർക്ക് കിട്ടും? കാരണം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരുടെ അഡ്വാൻറ്റേജ് എടുക്കാൻ വന്ന ഒരാളല്ലേ.
അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്നൊന്നും കിട്ടാനും പോണില്ല. അവർക്ക് നിങ്ങളുടെ സ്നേഹമായിരുന്നു വേണ്ടിയിരുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇതെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹവും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവർ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ സ്ട്രഗിളിങ്സ് എന്ന് പറയുന്നത്, ഈ സ്ട്രഗിളിങ്സ് എങ്ങനെയാണ് വന്നതെന്നറിയോ? അവർക്ക് നിങ്ങളോട് എന്താ പറയണത്, ഈഗോയും സ്നേഹവും നിങ്ങളോടുള്ളത് കൊണ്ടാണ് അവർക്കിപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സ്ട്രഗിളിങ്സ് വന്നത്. കാരണം അവരുടെ ഈഗോ പറയും നിങ്ങൾ ടൂ മച്ച് ആണ് എന്ന്. അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്, നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ ഈ എക്സ്പേഴ്സണ് പറ്റൂല, അവർക്ക് പറ്റില്ല. അപ്പം എന്താണ് അവിടെ സംഭവിക്കുക? അതുകൊണ്ട് അവർക്ക് എന്താ പറയുക, അവരുടെ ഈഗോ അവിടെ വർക്കൗട്ടാണ്. അപ്പം ഇങ്ങനെ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് അവർ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തത്. എന്നാൽ ഈ തേർഡ് പാർട്ടിയുടെ ഹേർട്ടും സോളും ഒന്നും ഇവരുമായിട്ട് മാച്ച് ആവുന്നില്ല. ശരിക്കും ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റിംഗ് അതുപോലെ തന്നെ കൺട്രോളിങ് എനർജി ഉള്ളൊരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, തേർഡ് പാർട്ടി ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ എന്താ ചെയ്യണേ, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും ഇവരെ. അപ്പം എനിക്ക് തോന്നണേ ഈ ഒരു ഇതിലുണ്ടല്ലോ, ഇതിൽ ഒരാൾ മാത്രമല്ല, ശരിക്കും ഇതിൽ ഒന്നിലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരാണ് ഈ റിലേഷൻ ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. ഈ ഒരു തേർഡ് പാർട്ടി മാത്രമല്ല, ഇതിൽ ഒന്നിലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ റിലേഷൻ ഇത്രയും പ്രശ്നമായി മാറിയത്. അപ്പോൾ അവരിപ്പോൾ നിങ്ങൾ തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ തേർഡ് പാർട്ടിയുടെ കൂടെ പോയി ചൂസ് ചെയ്തത് റോങ് ആയി പോയി, അല്ലെങ്കിൽ ഞാനിപ്പോൾ സഫർ ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒന്നും അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കില്ല. അതൊന്നും നിങ്ങളോട് അവർ പറയാനും പോണില്ല. അവർ ശരിക്കും എന്തായിരിക്കും നിങ്ങളോട് പറയാൻ പോകുന്നത്? അവർ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ പറയും, അതായത് ഈ എക്സ് ഉണ്ടല്ലോ, അപ്പോൾ എക്സ് നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങളെ ഒന്ന് എന്തിട്ടാണ്, നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തത്, ഡ്രാമ ചെയ്തത് എന്നൊക്കെ ആയിരിക്കും അവർ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരിക്കലും അവരൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. ഇമോഷണലി അവരൊന്നും നിങ്ങളോട് പറയാനും പോണില്ല. നിങ്ങളിൽ നിന്നും കിട്ടിയിരുന്ന ഒരു കെയറിങ്ങും നർച്ചറിങ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം, എനർജി, ഇതൊക്കെ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്താ പറയണേ, അൺകണ്ടീഷണൽ ലവ്, ഇതൊക്കെ അവർ നിങ്ങളിൽ നിന്നും സ്വീകരിച്ചു. പക്ഷെ ഇപ്പം അവർക്ക് അതൊന്നും തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടുന്നില്ല. അതൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് അവരുടെ കർമ്മ എന്ന് പറയുന്നത്. കാരണം നിങ്ങളിൽ നിന്ന് അവർക്ക് സ്നേഹം കിട്ടിയിരുന്നു, കെയറിങ് എല്ലാം കിട്ടിയിരുന്നു. പക്ഷെ അവരതിനൊരു വാല്യൂ വെക്കാതെ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയി. അപ്പോൾ എന്താണ്, അവർ നിങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ആ ഒരു സിൻസിയറിറ്റിയാണ് അവർ മുതലെടുത്തത്. അപ്പം അതിനെ അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, അവർ വേറൊരു വ്യക്തിയുടെ കൂടെ പോയപ്പോൾ അവരാഗ്രഹിച്ചിരുന്ന സ്നേഹവും സംഭവങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. അതാണ് അവരുടെ അവർക്ക് കർമ്മ കിട്ടുന്നുണ്ടെന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ അവർക്ക് കർമ്മയുടെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വരുന്നത്. അവർ വരും എന്തായാലും, പക്ഷേ അവരെന്തായാലും വന്നാലും ചോയ്സ് നിങ്ങളുടേതാണ് കേട്ടോ. ഞാൻ പറയട്ടെ, തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയ ആളെ സ്വീകരിക്കണോ വേണ്ടയോ, അത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പം നിങ്ങൾ പറയും മനുഷ്യരല്ലേ, തെറ്റ് പറ്റത്തില്ലേ എന്നൊക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. അവരുടെ പെരുമാറ്റത്തിന് നിങ്ങൾക്ക് എന്ത് എക്സ്ക്യൂസ് വേണമെങ്കിലും പറയാം. ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, നിങ്ങൾ അവരുടെ പ്രയോറിറ്റി അല്ല എന്നുള്ളത്. അവർ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ട് തിരിച്ചു വന്നാൽ നിങ്ങളൊരു ഫോർത്ത് പാർട്ടി ആയിട്ട് ഇനി ജീവിക്കരുതെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അഡ്വാൻറ്റേജ് എടുക്കുകയും നിങ്ങളെ ഒരു ഓപ്ഷനായിട്ട് എടുക്കുകയും ചെയ്താൽ അവരുടെ സാഹചര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ചിട്ടായിരിക്കും ബന്ധങ്ങൾ കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഒരു വ്യക്തി ഇപ്പം നിങ്ങളെ ചതിക്കുകയാണെന്ന് വെച്ചോ, ഒരു വ്യക്തി നിങ്ങളെ ചതിച്ചാൽ, ഒരു തവണ ചതിച്ചാൽ അവർ വീണ്ടും 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 നിങ്ങളെ ചതിക്കും. അത് ഷുവറാണ്.
ഇങ്ങനെയുള്ള വ്യക്തികൾ എന്താക്കും, അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ അഭിപ്രായങ്ങളും മാറ്റിക്കൊണ്ടിരിക്കും. അതിപ്പം ആരിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവർക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും ആയിരിക്കും ആ വ്യക്തിക്കുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്കൊരു സെൽഫ് ലവും സെൽഫ് വാല്യൂം സെൽഫ് റെസ്പെക്റ്റും ഒന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് തിരിച്ചു പോകാം. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും അതിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. ധൈര്യത്തോടെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. അല്ലായെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ പേഴ്സൺ ടോക്സിക് ആണെന്നുള്ളത്. എൻ്റെ ലൈഫ് ഞാൻ നശിപ്പിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങൾ അവരുടെ പ്രയോറിറ്റി അല്ലെന്ന് മനസ്സിലാക്കി നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ. ഇനി അതല്ല, നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ വയ്യ എന്നാണെങ്കിൽ തിരിച്ചു പോയി ഇതെല്ലാം സഹിക്കൂ. നിങ്ങൾ ഇനി അതെല്ലാം നിങ്ങളുടെ തീരുമാനം മാത്രമാണ്. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇതൊന്നും നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കാരണം ഈ കാണുന്ന എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷനുമായിട്ട് ഒരിക്കലും യോജിക്കണമെന്നില്ല.